നിപ്പയുമായി ബന്ധപ്പെട്ട ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ പാളി എന്ന വിമർശനം ശക്തമാകുന്നതിനിടെ ആരോഗ്യവകുപ്പിലും അടിമുടി ആശയക്കുഴപ്പമാണ്. കൃത്യമായ ചികിത്സാ പ്രോട്ടോകോൾ ഉണ്ടായിട്ടും മന്ത്രി കെ മുരളീധരനും ഉദ്യോഗസ്ഥരും തമ്മിൽ ഭിന്നാഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചതോടെ ആശയക്കുഴപ്പവും രൂക്ഷമായി. ഇതിനിടെ ചികിത്സയ്ക്കുള്ള മരുന്നെത്തിക്കാൻ വൈകിയതും പ്രതിസന്ധിയാകുകയാണ്. നിപ്പ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ വിവാദങ്ങളും ആരോഗ്യവകുപ്പിനെ തിരിഞ്ഞുകൊത്തി. വകുപ്പ് മന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും വിരുദ്ധ അഭിപ്രായങ്ങളിലുണ്ട് കൂട്ടുത്തരവാദിത്വത്തിന്റെ പോരായ്മകൾ. അവർ 3 വർഷം അവരുടെ കാലാവധി 3 വർഷമാണ്. 3 വർഷത്തെ പൂർത്തിയായി. അവർ ചില നടപടികൾ ഗവൺമെൻറ്റുമായിട്ട് ആലോചിക്കാതെ ചെയ്തു. അപ്പോൾ ഗവൺമെൻറ് തീരുമാനിക്കുന്നതിന് മുമ്പ് അങ്ങനെ കത്ത് കൊടുത്തത് ശരിയല്ല. അതുകൊണ്ടാണ് നടപടി സ്വീകരിച്ചത്. നടപടിയെന്നോ എന്ത് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഏതായാലും അവർ ട്രാൻസ്ഫർ ചെയ്തു. എന്തുകൊണ്ടാണ് ഇതെന്ന് എനിക്ക് അറിയില്ല. നീതി നിഷേധമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സാമാന്യ നീതി, ഒരു വ്യക്തിയോട് ചെയ്യുന്ന സാമാന്യ നീതി നിഷേധിക്കപ്പെട്ടു. 30 ഇയേഴ്സിനേക്കാൾ കൂടുതൽ 30 years and 4 months സർവീസ് കഴിഞ്ഞ ഒരു വ്യക്തി കുറച്ചും കൂടി ഡീസന്റ് ആയിട്ടൊക്കെ അവർക്ക് പറഞ്ഞയച്ചാൽ മതി. ഞാൻ 2.5 ദിവസം ലീവേ ചോദിച്ചിട്ടുള്ളൂ. 2018 മുതൽ നിപ ബാധിതർക്ക് നൽകുന്ന ചികിത്സ സംബന്ധിച്ചുള്ള ട്രീറ്റ്മെന്റ് പ്രോട്ടോകോളിലും കാര്യങ്ങൾ പിടിച്ചെടുത്ത് നിന്നില്ല. അതിന് കാരണം മരുന്ന് ക്ഷാമമായിരുന്നു. നിപ ബാധിതർക്ക് നൽകിക്കൊണ്ടിരുന്ന റെംഡെസിവിർ കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. മാത്രമല്ല, ഇതിനൊപ്പം നൽകേണ്ട മോണോക്ലോണൽ ആന്റിബോഡിയും ഇന്നലെയാണ് എത്തിയത്. റെംഡെസിവിറിന് പകരം റിബാവൈറിനാണ് രോഗിക്ക് നൽകുന്നത്. ഇതിനിടെ ആരോഗ്യവകുപ്പ് ഡയറക്ടറെ മാറ്റിയതും കടുത്ത വിമർശനത്തിന് വഴിവെച്ചു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ റീന ഈ നിപ്പ വന്ന സമയത്തും അതിൻ്റെ സാമ്പിൾ അയക്കുന്നതിനും കണ്ടുപിടിക്കുന്നതിനും ഒക്കെ നന്നായിട്ട് ഇടപെട്ടിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ ഈ സമയത്ത് മാറ്റരുതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സംസ്ഥാനത്ത് നിപ്പയും ഷിഗല്ലയും പകർച്ചവ്യാധിയും പടരുന്നതിനിടെയാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടറായ ഡോക്ടർ റീനയെ മാറ്റിയത്. പകർച്ചവ്യാധി സമയത്ത് ഡോക്ടർ റീന 15 ദിവസം അവധി ചോദിച്ചതിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരന് അതൃപ്തിയുണ്ടായിരുന്നു എന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ ഇത് നിഷേധിച്ച് ഡോക്ടർ റീന രംഗത്തെത്തിയത് ആരോഗ്യമന്ത്രിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. എന്നാൽ ദ്രോഹിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടിയെന്നായിരുന്നു കെ മുരളീധരന്റെ മറുപടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തുടക്കം പരിപാടി ഞാൻ പറഞ്ഞു. പലരും വെച്ച രീതിയൊക്കെ ഞങ്ങൾക്ക് അറിയാം. പക്ഷേ സിസ്റ്റത്തിനോട് സഹകരിക്കുന്നവരെ സംരക്ഷിക്കും. സഹകരിക്കില്ല എന്ന് മാത്രമല്ല, ദ്രോഹിക്കാൻ നിന്നാൽ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവും. അതിൻ്റെ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. മന്ത്രിയും ആരോഗ്യവകുപ്പും തന്നെ നേർക്കുനേർ വന്നതോടെ പ്രതിപക്ഷവും രാഷ്ട്രീയ ആരോപണങ്ങൾ ശക്തമാക്കുകയാണ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.